ഇത്തവണത്തെ മുന്നറിയിപ്പ് കുറച്ച് കടുപ്പിച്ചിട്ട് തന്നെയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസിന് അന്ത്യശാസനം നൽകിയിരിക്കുന്നു. ഗാസയിൽ നിന്ന് എല്ലാ ഇസ്രയേൽ ബന്ദികളെ മോചിപ്പിക്കണം എന്നാണ് ട്രംപിന്റെ ആവശ്യം. ഹമാസുമായി US നേരിട്ട് ചർച്ച ആരംഭിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ അന്ത്യശാസനം. ഇത് അവസാന മുന്നറിയിപ്പാണെന്നും അദ്ദേഹം അറിയിച്ചു. തന്റെ ഔദ്യോഗിക എക്സ് പേജിലെ പോസ്റ്റിലൂടെയാണ് ട്രംപ് ഇക്കാര്യം ഹമാസിനെ അറിയിച്ചിരിക്കുന്നത്. ബന്ദികളെ മോചിപ്പിച്ചില്ല എങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം കുറിച്ചു. അതേസമയം ഭക്ഷണം, ഇന്ധനം, മരുന്ന് തുടങ്ങിയവയുടെ വിതരണം ഇസ്രായേൽ നിർത്തിവെച്ചതിനു പിന്നാലെ ഗാസയിൽ അവശ്യ വസ്തുക്കളുടെ വില കുതിച്ചുയരുന്നതായി റിപ്പോർട്ടുകൾ. യുദ്ധത്തിനു പിന്നാലെ ഗാസയിൽ 20 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുന്നത് പുറത്തുനിന്നെത്തുന്ന ഭക്ഷണത്തെയും അവശ്യ വസ്തുക്കളെയുമാണ്. വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിലെത്തിയ ഭക്ഷണ വസ്തുക്കൾ മുഴുവൻ വിതരണം ചെയ്തതിനാൽ ഗാസയിൽ വലിയ തോതിൽ നീക്കിയിരിപ്പില്ല എന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഫുഡ് ഏജൻസി വേൾഡ് ഫുഡ് പ്രോഗ്രാം അറിയിച്ചു. 2 ആഴ്ചത്തേക്ക് കൂടിയുള്ള കരുതൽ ശേഖരമേ ഉള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ. പച്ചക്കറികളുടെയും ധാന്യമാവിന്റെയും വില ഗാസയിൽ കുതിച്ചുയരുകയാണ്. വെടിനിർത്തൽ കരാർ ഹമാസിനെ കൊണ്ട് അംഗീകരിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഈ ഉപരോധമെന്നും ഇസ്രായേൽ പറയുന്നു. ഹമാസുമായി എത്തിച്ചേർന്ന വെടിനിർത്തൽ കരാറിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നത് ഇസ്രായേൽ വൈകിപ്പിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഗാസയ്ക്കുള്ള സഹായം തുടർന്നേക്കും എന്ന പ്രതീക്ഷയുമുണ്ട്. സമ്മർദ്ദം വർദ്ധിപ്പിക്കാനാണ് തീരുമാനമെന്നും ഹമാസ് കരാർ അംഗീകരിക്കാൻ തയ്യാറാകാത്ത പക്ഷം ഗാസയിലേക്കുള്ള വൈദ്യുതി വിതരണം പൂർണ്ണമായും തടയാനുള്ള സാധ്യത തള്ളിക്കളയേണ്ട എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ പറഞ്ഞിരുന്നു. യുദ്ധത്തിൽ വീടുകൾ നഷ്ടമായതിനാൽ ഭൂരിഭാഗം പേരും അഭയ കേന്ദ്രങ്ങളിലാണ്. 16 മാസത്തെ യുദ്ധം ഗാസ ജനതയെ തീർത്തും അഭയാർത്ഥി ജീവിതത്തിലേക്ക് തള്ളിവിട്ടിരുന്നു. ഭക്ഷണം ഉൾപ്പെടെ അന്താരാഷ്ട്ര സഹായത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു പലതും നടന്നിരുന്നത്. ഇതിനു പുറമെ വീടുകൾ നഷ്ടപ്പെട്ടവർ മുതൽ ആശുപത്രികൾക്ക് ആവശ്യമായ ഇന്ധനം, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെല്ലാം തീർത്തും ഇത്തരം വിദേശ സഹായങ്ങളിലൂടെയായിരുന്നു പുരോഗമിച്ചത്. എന്നാൽ 1ാം ഘട്ട വെടിനിർത്തൽ കാലാവധി പൂർത്തിയാവുകയും 2ാം ഘട്ട കരാർ സാധ്യമാകാതിരിക്കുകയും ചെയ്തതോടെയാണ് ഇസ്രായേൽ ഗാസയിലേക്കുള്ള എല്ലാ സഹായങ്ങളും തടഞ്ഞത്. ഉപരോധം 4 ദിവസം പിന്നിട്ടപ്പോൾ തന്നെ ഭക്ഷണം, ഇന്ധനം, മറ്റ് താമസ സൗകര്യങ്ങൾ എന്നിവ പ്രതിസന്ധി നേരിട്ട് തുടങ്ങി എന്നാണ് അന്താരാഷ്ട്ര ഏജൻസികൾ നൽകുന്ന വിവരം. വേൾഡ് ഫുഡ് പ്രോഗ്രാം പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ പ്രകാരം പരമാവധി 2 ആഴ്ച ഉപയോഗിക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ മാത്രമാണ് ഗാസയിലുള്ളത്. ഭക്ഷണ വിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സാഹചര്യമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. ഭക്ഷണ വിതരണത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് ആവശ്യമായ ഇന്ധനവും പരിമിതമാണെന്നും വേൾഡ് ഫുഡ് പ്രോഗ്രാം ചൂണ്ടിക്കാട്ടുന്നു. വീട് നഷ്ടപ്പെട്ടവർക്കുള്ള താൽക്കാലിക ടെന്റുകൾ, മറ്റ് സാധനങ്ങൾ എന്നിവയും പരിമിതമാണ്. മാനുഷിക സഹായം തടഞ്ഞ് ഗാസയ്ക്ക് മേൽ ദുരിതം വിതയ്ക്കുന്ന ഇസ്രായേലിനെതിരെ പ്രതികരിക്കണമെന്ന് പലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗാസയിലേക്കുള്ള സഹായങ്ങൾ തടയുന്നത്, ഒപ്പം വടക്കൻ വെസ്റ്റ് ബാങ്കിലെ ജനനിലും തുൽക്കറൈമിലും ക്യാമ്പുകൾക്ക് മേൽ ഉൾപ്പെടെ ആക്രമണം അഴിച്ചുവിടുന്നത് തുടരുകയാണ് എന്നും പലസ്തീൻ അധികൃതർ ആരോപിക്കുന്നു. അതിനിടെ ഗാസ പുനരധിവാസം സംബന്ധിച്ച് അറബ് രാഷ്ട്രങ്ങൾ മുന്നോട്ട് വെച്ച ഫോർമുല ഇസ്രായേലും US-ഉം തള്ളിയതായി BBC-യുടെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഗാസ മുനമ്പിൽ താമസിക്കുന്ന 2.1 ദശലക്ഷം പലസ്തീനികളെ തങ്ങളുടെ പ്രദേശത്ത് തുടരാൻ അനുവദിക്കുന്ന നിലയിലായിരുന്നു അറബ് മാസ്റ്റർ പ്ലാൻ. ഗാസ ഏറ്റെടുത്ത് അവിടെയുള്ള ജനങ്ങളെ സ്ഥിരമായി പുനരധിവസിപ്പിക്കണം എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിക്ക് ബദൽ എന്ന നിലയിലായിരുന്നു കെയ്റോയിൽ നടന്ന ഉച്ചകോടിയിൽ അറബ് നേതാക്കൾ മുന്നോട്ട് വെച്ച നിർദ്ദേശം. ഗാസയുടെ ഭരണം താൽക്കാലികമായി ഒരു സ്വതന്ത്ര കമ്മിറ്റിക്ക് നൽകുകയും അന്താരാഷ്ട്ര സമാധാന സേനയുടെ വിന്യാസവും ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളായിരുന്നു അറബ് രാഷ്ട്രങ്ങൾ മുന്നോട്ട് വെച്ച പദ്ധതി. അറബ് ഫോർമുലയെ പലസ്തീൻ അതോറിറ്റിയും ഹമാസും സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഗാസയിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്ന പദ്ധതിയല്ല ഇത് എന്നാണ് ഇസ്രായേലിന്റെയും US-ന്റെയും നിലപാട്. പദ്ധതി ഗാസയിലെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുന്നതല്ല എന്നാണ് വൈറ്റ് ഹൌസും ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയവും പ്രതികരിച്ചത്. ഈജിപ്ത് ആവിഷ്കരിച്ച $5300 കോടി പദ്ധതി കഴിഞ്ഞ ദിവസം കെയ്റോയിൽ നടന്ന ഉച്ചകോടിക്കിടെ അറബ് രാജ്യങ്ങൾ അംഗീകരിക്കുകയായിരുന്നു. 5 വർഷം കൊണ്ട് 3 ഘട്ടങ്ങളായുള്ള പുനരധിവാസ പദ്ധതിയാണിത്. യുദ്ധാനന്തരം ഗാസയെ ഇസ്രായേൽ തങ്ങൾക്ക് നൽകുമെന്നും ഗാസയെ ഏറ്റെടുത്ത് പുനർനിർമ്മിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പലസ്തീനികളെ മറ്റെവിടേക്കെങ്കിലും മാറ്റിയ ശേഷമാകും പുനർനിർമ്മാണം എന്ന ട്രംപിന്റെ പ്രസ്താവനയെ എതിർത്ത് അറബ് രാജ്യങ്ങളും വന്നിരുന്നു. തുടർന്നാണ് ബദൽ മാർഗവുമായി ഈജിപ്ത് രംഗത്തെത്തിയത്. അറബ് പദ്ധതിയെ പലസ്തീൻ അതോറിറ്റിയും ഹമാസും സ്വാഗതം ചെയ്തു. അന്താരാഷ്ട്ര സമാധാന സേന ഉൾപ്പെടുന്ന സ്വതന്ത്ര സമിതിയുടെ താൽക്കാലിക ഭരണം ഗാസയിൽ ഏർപ്പെടുത്തണമെന്നും അറബ് ഉച്ചകോടിയിൽ ആവശ്യം ഉയർന്നിരുന്നു. ന്യൂസ് ഡെസ്ക് കർമാനസ്.